നമസ്കാരം. ഏവർക്കും അർജുൻ ആൻഡ് അസോസിയേറ്റ്സിൻ്റെ വാസ്തുഭവനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ പല പ്രാവശ്യവും കാണിച്ച വീടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനും പരിചയപ്പെടാനും ആഗ്രഹിക്കുന്നത്. അതിൻ്റെ എലിവേഷൻ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഒരു ആധുനിക രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു എലിവേഷനാണ്. ഇതിൻ്റെ വീടിൻ്റെ ഉടമസ്ഥർ ഇവർ അയർലൻഡിലാണ്. അവർ കുടുംബസമേതം അയർലൻഡിൽ താമസിക്കുകയാണ്. 2 മക്കളാണ് അവർക്കുള്ളത്. അത് 2 ആൺകുട്ടികൾ. അവരുടെ താല്പര്യങ്ങളനുസരിച്ചിട്ട് അവരെന്നെ വന്ന് ബന്ധപ്പെടുകയും അതിനനുസരിച്ച് ഞാൻ അവരുടെ താല്പര്യങ്ങളും കൂടെ മുൻനിർത്തിക്കൊണ്ട് ഒരു നല്ല ഒരു രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇത് വെറും 4.7 സെൻറ്റ് സ്ഥലമാണ് സിറ്റിക്കകത്ത്. നമ്മൾ ഇവിടെ പൂജപ്പുരയ്ക്ക് അടുത്ത് 4.7 സെൻറ്റ് സ്ഥലം. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇത്രയും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു വീട് പണിയുന്നതിന് 4.7 സെൻറ്റ് സ്ഥലത്ത് നമുക്കിങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ വെറുതെ വാചകടിക്കുകയല്ല. നിങ്ങളത് ഓരോ കാര്യങ്ങളായിട്ട് നമുക്കതിലേക്ക് ശ്രദ്ധിച്ചാൽ അത് എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നൊക്കെ ബോധ്യപ്പെടും. ഈ വീട്ടിൻ്റെ പ്ലോട്ട് ഏരിയ ഞാൻ പറഞ്ഞു 4.7 സെൻറ്റാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ 1052 സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിൽട്ടപ്പ് ഏരിയയാണ് അതിനകത്ത് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോർ 1059 സ്ക്വയർ ഫീറ്റ്. ചെറിയൊരു വ്യത്യാസം അവിടെ വന്നു. അത് കാരണം വേറൊന്നുമല്ല, ഒരു ചെറിയ ഒരു പ്രൊജക്ഷൻ അവിടെ കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ്. അങ്ങനെ മൊത്തം 2111 സ്ക്വയർ ഫീറ്റാണ് ഈ വീട്ടിൻ്റെ പ്ലിന്ത് ഏരിയ, ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 4.7 സെൻറ്റ് സിറ്റിക്കകത്തുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനൊരു വീട് ഇത്രയും സ്ക്വയർ ഫീറ്റിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒന്നാമത്തെ ഒരു ഉദാഹരണമാണ്. രണ്ടാമത് ഇതിൻ്റെ ചുറ്റളവ്. അത് പൂർണ്ണമായിട്ട് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് തന്നെയാണ് ഈ വീട് നമ്മൾ ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെ ചുറ്റളവ് 57 കോലാണ്. 57 കോൽ ചുറ്റളവെന്ന് പറയുമ്പോൾ വീടിൻ്റെ ദർശനം വടക്കോട്ടും വീട് തെക്കുമായിട്ട് വരുന്ന ഒരു കണക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് 57 കോൽ ചുറ്റളവിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആയവ്യയ കണക്ക് പറയുകയാണെങ്കിൽ 12 വരവും 3 ചെലവുമുള്ള ഒരു കണക്കാണ്. അതൊക്കെ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് നമ്മളൊരു ചുറ്റളവ് കൊടുക്കുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് ദർശനം, യോനീര കണക്ക് വരും, ആയം നോക്കും, വ്യയം നോക്കും, നക്ഷത്രം, തിഥി, ഇതെല്ലാം നോക്കും. ഇത് പലർക്കും അറിഞ്ഞുകൂടാതെ കുറേ ന്യായങ്ങൾ പറയുന്നവരുണ്ട്. അതല്ല, ഇതൊക്കെ അതിനകത്ത് കുറച്ച് ശാസ്ത്രീയമായിട്ട് ഒരു ചുറ്റളവ് കൊടുക്കുമ്പോൾ അതിൻ്റെ ദർശനം അങ്ങോട്ടാണ്, അതിനനുസരിച്ചുള്ള കണക്ക് ഒക്കെ നോക്കി ഇതെല്ലാം നോക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് നല്ലൊരു ഗൃഹം എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഈ വീടിൻ്റെ വാസ്തുപരമായിട്ട് മുറികളുടെ കണക്കുകളിലേക്കാണ് ഞാൻ ഇനി കടക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സിറ്റ് ഔട്ട്, ഒരു ഡ്രോയിങ് ഹാള്, ഡൈനിങ്, കിച്ചൺ, ഒരു മാസ്റ്റർ ബെഡ്റൂം വിത്ത് ടോയ്ലറ്റ്. ഇതാണ് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാസ്തുപരമായിട്ടുള്ള കണക്കിലേക്ക് നമുക്ക് നോക്കാം. ആദ്യം വന്ന് കയറുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും 4.7 സെൻറ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നതും കൂടി നമ്മൾ മനസ്സിൽ വെച്ചാൽ മുറികളുടെ അളവുകൾ പറയുമ്പോൾ നമുക്ക് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് എങ്ങനെ നമുക്കൊരു നല്ല വീട് അതിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയായിട്ടാണ് ഞാൻ ഈ വീടിനെ പറ്റി നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു 1 ഏക്കറിലോ 1.5 ഏക്കറിലോ അതേപോലെ തന്നെ വലിയ ഒരു പറമ്പിൽ നമുക്ക് ഇഷ്ടം പോലെയുള്ള ഒരു സ്ഥലം എടുത്ത് വലിയ റൂംസൊക്കെ വരച്ച് ഒരു 2000, 3000, 4000, 5000 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ പണിതിട്ടുള്ള ആളാണ് ഞാൻ. ആ ഒരു ലാഘവ ബുദ്ധിയിൽ, ആ ഒരു കാഴ്ചപ്പാടിൽ ഈ വീടിനെ നമുക്ക് സമീപിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൽ ഞാൻ അതിൻ്റെ ഒരു കാര്യമാണ് എല്ലാവരുടെയും ശ്രദ്ധയിൽ എടുത്തുന്നത്. വളരെ ചെറിയ ഒരു പറമ്പിൽ, അതും തിരുവനന്തപുരത്തെ പോലുള്ള ഒരു പട്ടണത്തിനകത്ത് ഒരു സ്ഥലം കിട്ടിയാൽ അതിൽ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു നല്ല ഗൃഹം അതിനകത്ത് പണിയാൻ പറ്റും എന്നുള്ളതിന് ഒരു
വ്യക്തമായ ഉദാഹരണമാണ് ഈ വീട് കൊണ്ട് ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് വളരെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് വളരെ പരിമിതമായ ഒരു സ്ഥലത്ത് കിട്ടിയാലും നമുക്ക് വാസ്തുവിദ്യ അനുസരിച്ച് നല്ല വീടുകൾ പണിയാൻ പറ്റും. ഐശ്വര്യമുള്ളതും നല്ല സൗകര്യങ്ങളുള്ള ഒരു വീട് പണിയാൻ പറ്റുമെന്നുള്ളതാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ഞാൻ അതിൻ്റെ ഓരോ വീടിൻ്റെ കണക്കിലേക്ക് പോവാം. ആദ്യം നമ്മളൊരു സിറ്റ് ഔട്ടുണ്ട്. ഈ സ്ഥലം 4.7 സെൻറ്റ് എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വേണം. അങ്ങനെ ഒരു പറമ്പ് ഒരു സ്ഥലത്താണ് വീട് വയ്ക്കാൻ കിട്ടിയതെങ്കിൽ എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് വരികയും വേണം. അപ്പോൾ ഒരു സിറ്റ് ഔട്ട് അവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ഡ്രോയിങ് ഹാളാണ്. ആ ഡ്രോയിങ് ഹാളിൻ്റെ ഒരു വിസ്തീർണം എന്ന് പറയുന്നത് 4 കോല്, അതിനകത്ത് 432x300 എന്നുള്ള ഒരു അളവാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വാസ്തുപരമായിട്ട് 4 കോല് 4 അങ്കുലവും 6 കോല് ചുറ്റളവുമാണ് ആ ഡ്രോയിങ് ഹാൾ അല്ലെങ്കിൽ സ്വീകരണ മുറിക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സ്റ്റെയർ ഉണ്ട്. അത് 432x324 എന്നുള്ള ഒരു കണക്കാണ്. അതിൽ ഒരു സ്റ്റെയർ എൻ്റെ സൈഡിനോട് ചേർന്ന് മുകളിൽ പോയിരുന്നു. ബാക്കി ഭാഗത്ത് നമുക്ക് ഡൈനിങ് സ്പേസും ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തോട്ട് കയറുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഇങ്ങനെ ഒരു പരിമിതമായ സ്ഥലത്ത് ഒരു നല്ല കിച്ചൺ, അത് എങ്ങനെ നമുക്ക് വാസ്തുപരമായിട്ടും അല്ലാതെയും ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് ഇത് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ വാസ്തുപരമായ അളവ് പറയുകയാണെങ്കിൽ 4 കോല് 4 അങ്കുലം 6 കോല് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 432x300 എന്നുള്ളതാണ് ആ വാസ്തുപരമായിട്ട് മുറികളുടെ കണക്ക് കൊടുത്തിരിക്കുന്ന. അങ്ങനെ ഒരു രീതിയിൽ ആ കിച്ചൺ പൂർത്തിയാക്കുമ്പോൾ അതിൽ എന്തെല്ലാം സൗകര്യമുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഡ്രോയിങ്ങിൽ നിന്നും ഇതിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു ബെഡ്റൂമാണ് താഴെ ഉള്ളത്. അത് മാസ്റ്റർ ബെഡ്റൂമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. 378x354 കോലിലാണെങ്കിൽ 5 കോല് 6 അങ്കുലവും 4 കോല് 22 അങ്കുലം എന്ന് പറഞ്ഞാൽ 20 കോല് 8 അങ്കുലം എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ഒരു കണക്കിൽപ്പെട്ട ഒരു ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ടുള്ളത്. അതിനോട് ചേർത്ത് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റുണ്ട്. പിന്നെ ഒരു കോമൺ ടോയ്ലറ്റും അതിനോട് ചേർന്ന് ഇപ്പുറത്തുണ്ട്. അപ്പോൾ 4.7 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് ഇത്രയും സൗകര്യങ്ങളോടുകൂടി ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു പ്ലാനാണ് ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തി. ഇനി അതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോയാലും ഇത് ഒന്നുകൂടെ നമുക്ക് പറയാം. ആദ്യം ഒരു സിറ്റ് ഔട്ട് കാണുന്നു. ആ സിറ്റ് ഔട്ടിൽ അതിനോട് അനുബന്ധിച്ച് ഈ ഡിസൈനോട് അനുബന്ധിച്ചുള്ള ഒരു മെയിൻ ഡോർ കാണാം. അത് ഇതിൻ്റെ ഒരു പാറ്റേൺ ആണെങ്കിൽ പെയിൻറ്റിങ്ങും എല്ലാം തന്നെ ഒരു പ്രത്യേക തരത്തിൽ ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ. അവർ അയർലൻഡിലുള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് എൻ്റെ 1-2 കൺസ്ട്രക്ഷൻ അവരൊന്ന് കണ്ടതിന് ശേഷമാണ് അവർ നേരെ ഈ പെയിൻറ്റിങ് സ്റ്റൈലിലേക്ക് പോയത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഈ വീടിനെ സംബന്ധിച്ച് മൊത്തം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡോറ് നോക്കിയാലും അത് മനസ്സിലാവും. ഞാൻ സാധാരണ മുമ്പ് പല വീടുകൾ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ മെയിൻ ഡോറിൻ്റെ പാറ്റേണും വ്യത്യസ്തമുണ്ട്. ഇതിനോട് യോജിച്ചിട്ടുള്ള ഒരു പാറ്റേൺ അത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഡ്രോയിങ് ഹാളിനകത്തേക്ക് പോകുന്നു. ഡ്രോയിങ് ഹാളിൽ കാണുമ്പോഴത്തേക്കും അതിൽ അത്രയും സൗകര്യത്തിൽ നമുക്ക് അതിനകത്തൊരു സോഫ സെറ്റുമൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ നേരെ വരുന്ന ഡൈനിങ് ഹാളാണ്. ആ ഡൈനിങ്ങിൻ്റെ ഒരു സൈഡിൽ കൂടി നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് നല്ല രീതിയിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗ്ലാസും കൂടെ ചേർത്തുള്ള ഒരു സ്റ്റെയർ സ്പേസ് അവിടെ കൊടുത്ത് അത് മുകളിൽ പോകുന്നു. അതിൻ്റെ ബാക്കിയുള്ള സ്ഥലത്താണ് നമുക്ക് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് നേരെ കിച്ചണാണ്. ആ കിച്ചണിൻ്റെ മോഡുലർ കിച്ചൺ അത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര നല്ല രീതിയിൽ നമുക്ക് ചെറിയ വീടായിരുന്നാലും സ്ഥലപരിമിതി ആയിരുന്നാലും ആധുനിക സൗകര്യങ്ങളോടുകൂടി നല്ലൊരു വീട് നമുക്ക് പണിയാൻ പറ്റും എന്നുള്ളത് ഇതാണ് ഞാൻ ഇതുകൊണ്ട് ശ്രദ്ധയിൽ വരുത്തുന്നത്. പിന്നെ മാസ്റ്റർ ബെഡ്റൂം, അതിൻ്റെ കട്ടിൻ്റെ സ്ഥാനം, അതിൻ്റെ തലയണ, അത് എങ്ങോട്ടാണ് ഇത് വെക്കേണ്ടത്, വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം പരിഗണിച്ചിട്ടാണ് അതിൻ്റെ ഇതിലേക്ക് പോയിരിക്കുന്നത്. ബാത്റൂം ആയാലും അത്യാധുനിക മോഡേൺ ഫെസിലിറ്റീസ് കൊടുത്തിട്ടുള്ള ഒരു ബാത്റൂമാണ് അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി കഴിഞ്ഞാൽ 3 ബെഡ്റൂമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമായിട്ടാണ് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് അതിനെ നമ്മളത് കംപ്ലീറ്റ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകൾ നോക്കുകയാണെങ്കിൽ താഴെ പറഞ്ഞതുപോലെ തന്നെ
ഒരു ഹോം തിയേറ്റർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹോം തിയേറ്റർ. ഇത്രയും സൗകര്യത്തിനകത്ത് നിർത്തിക്കൊണ്ട് ഒരു വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഒരു ഹോം തിയേറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവാണെങ്കിൽ 4x4 അങ്കുലവും 6 കോലുമുള്ള ചുറ്റളവ്. താഴത്തെ മെയിൻ ഹാളിൻ്റെ അതേ അളവിൽ അതിൻ്റെ മുകളിലായിട്ടാണ് അത് വരുന്നത്. പിന്നെ വരുന്ന 3 ബെഡ്റൂമാണ്. അത് ഒരെണ്ണം ഇത്തിരി ചെറുതാണ്, കാരണം ഒരു ടോയ്ലറ്റും കൂടെ അവിടെ ഉൾപ്പെടുത്തി ഡ്രസ് ഏരിയയും കൂടെ ഉൾപ്പെടുത്തേണ്ടി വന്നതുകൊണ്ട് അത് 294 എന്നുള്ള ഒരു കണക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് 16:8 എന്നുള്ള ഒരു ചുറ്റളവ് അപ്പോൾ വരും. അതിൽ ഒരു സൈഡിൽ ഒരു ടോയ്ലറ്റ്, ഒരു ഡ്രസ് ഏരിയ. രണ്ടാമത്തെ ബെഡ്റൂമാണെങ്കിൽ 378 354 എന്നുള്ള കണക്ക് കൊടുക്കുമ്പോൾ അത് 5x6 അങ്കുലവും 4x22 എന്നുള്ള കണക്ക് ഒരു 20x8 എന്നുള്ള ചുറ്റളവാണ് ആ ബെഡ്റൂം. മൂന്നാമത്തെ ബെഡ്റൂം ഇതുപോലെ തന്നെയാണ്, 378 420. അത് ഇത്തിരി വലുപ്പം കൂടുതലുള്ളതാണ്. അതിൽ നമുക്ക് 5x6 അങ്കുലവും 5x22 അങ്കുലവുമാണ് അതിൻ്റെ ദീർഘവിസ്താരമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനും രണ്ടിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റ് അതും വളരെ ആധുനിക രീതിയിലുള്ള ഫിറ്റിങ്സും ക്ലോസറ്റും ഒക്കെ കൊടുത്ത് ഏറ്റവും നല്ല രീതിയിൽ ഒരു വീടാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഇതിൻ്റെ പുറമേയുള്ള എലിവേഷൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു മോഡേൺ ആയിട്ടുള്ള ഷിംഗിൾസൊക്കെ ഇട്ട് ഒരു റൂഫൊക്കെ ചെയ്തതാണ്. അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞിട്ടുള്ള ടെറസിനെ വീണ്ടും നമ്മളതിനെ ട്രസ് വർക്ക് ചെയ്ത് ഒരു ഉപയോഗപ്രദമായിട്ട് ആ സ്പേസിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതും നല്ല രീതിയിൽ തന്നെയാണ്. ഈ വീടിനോട് യോജിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ഷീറ്റിട്ട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടുന്നതല്ല, അത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഈ വീട്ടിൻ്റെ യോജിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാക്കി അത് മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ 4.7 സെൻറ്റിൽ അവർക്കൊരു ചെറിയ പടിപ്പുര വേണം എന്നുള്ള നിർബന്ധ ബുദ്ധി. കാരണം അത് നമുക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഫ്രണ്ട് പോർഷനാണെങ്കിൽ അവിടെ പടിപ്പുര ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കയറത്തില്ല. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഒരു പടിപ്പുര വേണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി വന്നപ്പോൾ അവരുടെ തന്നെ ഒരു കുടുംബക്ഷേത്രം തൊട്ടടുത്തുണ്ട്. അതിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ ഒരു കുഞ്ഞ് പടിപ്പുര ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് ചെയ്യാവുന്നിടത്തോളം ഭംഗിയായിട്ട് ഞാനത് ചെയ്തു എന്നുള്ളതും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതുവരെ പറഞ്ഞ വീടിൻ്റെ വിശേഷങ്ങളിൽ വാസ്തു വന്നിട്ടുണ്ട്, രണ്ടാമത് അതിൻ്റെ സൗകര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൂന്നാമത് അതിൻ്റെ ടോട്ടൽ ഏരിയ വന്നു, അത് കഴിഞ്ഞ് മൊത്തം അതിൻ്റെ പ്ലോട്ട് ഏരിയ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു വീട് വയ്ക്കുമ്പോൾ അത് ഒരു ആർക്കിടെക്റ്റ് ആയാലും ശരി, എൻജിനീയർ ആയാലും ശരി, ഒരു സാധാരണ ഡിസൈനർ ആയാലും ആദ്യം വേണ്ടത് അതിൻ്റെ ഒരു ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. ഈ വീട് ഇങ്ങനെ ഒരു കുറഞ്ഞ സ്ഥലത്ത് ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതിൻ്റെ സൗകര്യങ്ങൾ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് ഈ അളവുകളും കാര്യങ്ങളും ഒക്കെ നോക്കുന്നതോടൊപ്പം അതിൻ്റെ സൗകര്യം, നമ്മൾ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് കുറേ കണക്കും കാര്യങ്ങളും പറഞ്ഞിട്ട് അല്ല ഒരു നല്ല വീടെന്ന് പറയുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, വാസ്തുവിദ്യ കൈകാര്യം ചെയ്യുന്ന പഴയ കാലത്തുള്ള ആചാര്യന്മാരും ഗുരുക്കന്മാരും അതിൻ്റെ രീതിയിൽ അവർ അർത്ഥത്തോടു കൂടി തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതിന് കുറച്ച് പ്രചാരമൊക്കെ വന്നതിന് ശേഷം ഒരു എന്താ പറയുക, അത് ഒരു ജ്യോതിഷപ്രകാരമായിട്ടോ മറ്റുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തിട്ട് ആൾക്കാരുടെ ഇടയിൽ ഇതിനെ വേറൊരു തരത്തിൽ ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ തന്നെ കൃത്യമായിട്ട് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് വരച്ച ഒരു പ്ലാന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ആ വീട്ടുടമസ്ഥൻ വേറൊരു ആളിനെ, ഒരു ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വാസ്തുവിദ്യ എന്ന് പറയുന്ന ഒരാളിനെ കൊണ്ട് കൊടുത്തിട്ട് അതിനകത്ത് പെശകൊണ്ടെന്ന് പറഞ്ഞ അനുഭവങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് അത് ചൂണ്ടിക്കാണിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളും വരും. അത് നമുക്ക് അതിൻ്റെ കൂടെ ഉള്ളത് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് നമുക്ക് ഈശ്വരാധീനമുള്ള ഒരു വീട് പണിയണമെങ്കിൽ വാസ്തുവിദ്യൻ്റെ അംശങ്ങൾ വേണം, അതോടൊപ്പം ആധുനിക സൗകര്യങ്ങൾ വേണം. അത് എത്ര സ്ഥലത്താണ് ആ വീട് പണിയുന്നത് അതിൽ ഉൾപ്പെടുത്താവുന്നിടത്തോളം നിയമപരമായിട്ട് പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ ടൗൺ പ്ലാനിങ് അനുസരിച്ചിട്ടുള്ള ആ സെറ്റ് ബാക്ക് അതിനകത്ത് വിടണം. അങ്ങനെ ചെയ്ത് ഒരു നല്ല വീട് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം. അതിന് ഒരു ചെറിയ ഉദാഹരണത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീട് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീട്ടിൻ്റെ പുറമേയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എന്താ പറയുക, അതിനകത്ത് ഒരു കൊളോണിയൽ സ്റ്റൈലെന്നോ മോഡേൺ സ്റ്റൈലെന്നോ അല്ല
അതൊരു പ്രത്യേക ഒരു കണ്ടംപററി സ്റ്റൈലും ഒക്കെ കൂടെ എല്ലാം കൂടി ചേർത്ത് ആ വീട്ടുടമസ്ഥരുടെ അവർ അവിടെ കണ്ട് പരിചയപ്പെട്ട വീടിൻ്റെ ഫോട്ടോസ് എനിക്ക് എടുത്ത് തന്നു. ഇങ്ങനെയൊക്കെ ഇരുന്നാൽ കൊള്ളാം. അയർലൻഡിലാണ്, അറിയാമല്ലോ അയർലൻഡ്, ഞാൻ ഈ രാജ്യങ്ങളൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. ഈ ഇടയ്ക്ക് തന്നെ ഞാൻ 6 യൂറോപ്യൻ രാഷ്ട്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം പോകുമ്പോൾ ആ ഓരോ രാജ്യത്തെയും ഗൃഹനിർമ്മാണ ശൈലിയെപ്പറ്റിയും അതെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് അവർ ഓരോന്ന് ചെയ്തതിൻ്റെ രീതിയും ഞാൻ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു കസ്റ്റമർ വന്നാൽ അല്ലെങ്കിൽ ഒരു വീട്ടുടമസ്ഥൻ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ഒരു നല്ല ഗൃഹം ഡിസൈൻ ചെയ്ത് കൊടുത്ത് അവർക്ക് തൃപ്തികരമായിട്ട് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് എന്നുള്ളതിന് കൂടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്ലാൻ മുതൽ കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ അടക്കം മൊത്തം ഞാൻ ഫിനിഷ് ചെയ്ത് കൊടുത്ത ഒരു നല്ല വീടാണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള 100 കണക്കിന് വീടുകൾ ഞാൻ പണിത് കഴിഞ്ഞ ആ അനുഭവ സമ്പത്ത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കാണുന്നവർ തീർച്ചയായിട്ടും അതിനെ ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളിടണം. ആ വീടിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റിയുള്ള കമൻറ്റുകൾ ഇടണം. അതോടൊപ്പം വാസ്തുപരമായിട്ട് ഞാൻ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും ഇടണം. ഇതിലൊന്നും ഒരു തെറ്റുമില്ല. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇത് 3 മാസം ആവുന്നതേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ ആൾക്കാർ അതിൽ എത്രമാത്രം താല്പര്യമുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണുകയും തുടർന്നും എൻ്റെ ഈ വീഡിയോ കാണുന്നതിന് വേണ്ടി നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.